ഇപ്പൊ കണ്ടില്ലേ? പറ. എടാ ശിവ, എന്റെ പേരക്കുട്ടികൾ എങ്ങനെയാ അവിടെ എത്തിയത്? അവരെങ്ങനെ വരാനാ? ഞാനാ അവരെ തട്ടിക്കൊണ്ടുവന്നത്. നോക്ക്, എനിക്ക് ആവശ്യമുള്ളത് നീ തരുന്നവരെ നിനക്ക് ഇഷ്ടപ്പെട്ട നിന്റെ 2 പേരക്കുട്ടികളും എന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. അവര് ജീവനോട് ഇരിക്കണോ വേണ്ടിയോന്ന് ഞാൻ തീരുമാനിക്കുന്നത് നിന്റെ മറുപടിയിലായിരിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മക്കളെ ഒന്നും ചെയ്യരുത്. ഈ പേടിയും വെപ്രാളവുമാണ് ഞാൻ നിന്നെ പ്രതീക്ഷിച്ചേ. നോക്ക്, ഈ 2 പീറപ്പിള്ളേർ എനിക്ക് ഒന്നുമല്ല. എനിക്ക് വേണ്ടത് പണമാണ്. നീ അതിബുദ്ധി കാണിച്ച് നീ പോലീസിനെങ്ങാനും വിളിച്ച് വരുത്തിയാലുണ്ടല്ലോ, 2 പേരെയും കൊന്നുകളയും. എടാ ശിവ, അവൻ തന്നെ. അമ്മയാണല്ലോ. അമ്മ പറയുമേ. വിക്രം, നമ്മുടെ കവിനെ നിലയെ ആ ശിവനെ കടത്തിക്കൊണ്ടുപോയത്. എന്ത്? ശിവമാമനോ? അവരെ തിരിച്ചു തരണമെങ്കിൽ 50 കോടി അവന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നാ പറഞ്ഞു. അയാളെ ഞാൻ ഇന്ന് എന്ത് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അമ്മ വിഷമിക്കണ്ട. അവരെവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ നിലയും കവനും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരാം. വിജി, ആ കാറല്ലേ? ഞങ്ങളൊന്ന് നോക്കിട്ട് വരാം. വെയിറ്റ് ചെയ്യണേ. ശരി മേഡം. വാ മോളെ. വാമേ. നില, അയ്യോ, അങ്ങോട്ട് മാറി. നില, കുട്ടികള് അതെന്റെ കുഞ്ഞുങ്ങളാ. നിനക്ക് ഇവരുടെ അച്ഛനും തമ്മിലുള്ള പ്രശ്നത്തില് എന്റെ കുട്ടികൾ എന്ത് തെറ്റാ ചെയ്തത്? മര്യാദക്ക് എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് തന്നേക്കോ. നിന്റെ ആൺകുഞ്ഞുവനാണെന്ന് മനസ്സിലാക്കിയോ നീ? കുഴപ്പമില്ല. ഞാൻ തന്നെയാ കുറെ വർഷങ്ങൾക്ക് മുൻപ് തേക്കടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെച്ച് നിന്റെ പുന്നാര ആങ്കൊച്ചിനെ കടത്തിക്കൊണ്ട് പോയത്. എടാ ദുഷ്ട! അവനെ വിടരുത്. അടിക്കടാ, അടിക്ക്. മക്കളെ, മക്കളെ, വിജയ്, കൂത്തടാ. അയ്യോ വിജയ്, അടിക്കടാ, അടി അടി വാങ്ങാതെ. അയ്യോ, എല്ലാത്തിനും വണ്ടിയിലോട്ട് കയറ്റിയിട്ട് ശിവ രക്ഷപ്പെട്ടോടാ. ചേച്ചി, കവിൻ, നില, എടാ കവിൻ, നില, മക്കളെ പോവാം.
മുത്തശ്ശി ഞങ്ങൾക്ക് ആരും വേണ്ടെന്ന് പറ മുത്തശ്ശി. എന്താണ് നീ പറയുന്നത്? ഞാൻ നിന്റെ അച്ഛനാടാ. നീ എന്തിനാടാ എന്നെ പേടിക്കുന്നേ? നില, അമ്മയാണോ വേണ്ടെന്ന് പറയുന്നത്? ഞാൻ നിങ്ങളെ രണ്ടുപേരെയും പ്രസവിച്ചതാ. എന്നെ കണ്ട് എന്തിനാ പേടിക്കുന്നേ? നിങ്ങളുടെ രക്തം തന്നെയല്ലേ ഇവരുടെ ശരീരത്തിൽ ഓടുന്നത്. അതാ അവര് നിങ്ങളുടെ അടുത്തേക്ക് വരാത്ത. പിള്ളേർക്ക് രണ്ടുപേർക്കും ഇപ്പൊ നിങ്ങളെ പേടിയാണ്. എത്ര വലിയ ദുഷ്ടത്തിനാ നിങ്ങൾ ഈ പിള്ളേരോട് ചെയ്തതെന്ന് ആലോചിച്ചു നോക്ക്. ഇനി നിങ്ങൾക്ക് പരസ്പരം ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ രണ്ടുപേരും തല്ലുകൂടി ചാവും. കവിൻ, നില, ഇവര് രണ്ടുപേരും കാണാത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാം. അമ്മ, എടാ, ഞങ്ങളെ വിട്ട് പോലടാ. ഞങ്ങൾ പോവാ, ഞങ്ങളെ വിട്ടേക്ക്. എന്താടാ, എന്തിനാ നീ ദേഷ്യപ്പെടുന്നേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്ന് പറ. നമ്മളെല്ലാരും ഒന്നിക്കണം. അമ്മ അച്ഛനും ഒരുമിച്ച് ജീവിക്കോ അതോ ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് പോട്ടെ? നീ എന്താ ബ്ലാക്ക്മെയിൽ ചെയ്യാണോ? ആ, അങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല. എന്താ, നാണം വരുണ്ടോ? മിണ്ടാതിരിക്ക. അമ്മ വാ തുറന്നു പറ. ചേട്ടാ നീ വാ. ഇവർക്ക് ആർക്കും നമ്മൾ ആവശ്യമില്ല, നമുക്ക് പോവാം. ആ ശരി. ആ സമ്മതം അമ്മ ഭർത്താവിനോട് പറ. ജീവിതത്തിൽ ആദ്യം കാണുന്ന പോലെയാണല്ലോ നോക്കുന്നത്. സംസാരിക്കും രണ്ടുപേരും. എന്നാ വഴക്കുണ്ടാക്കാൻ പാടില്ല. ഒന്നിങ്ങോട്ട് തിരിഞ്ഞൂടെ? വേനിച്ചോ? എനിക്ക് നിന്റെ സഹായമൊന്നും വേണ്ട. പ്രപ്പോസ് ചെയ്യേ. I love you.